ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു മോഡലാണ് CBR ഒരു മോഡൽ ഇത്തവണ ബൈക്ക് മോഡൽ അവൈലബിൾ ആണ്. ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ ഡ്യൂക്ക് 200 അവൈലബിൾ ആണ് ഇത്തവണ. R15 അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് ഇത്തവണ ബൈക്ക് മോഡൽ. ഇതൊരു ബ്ലൂ, അതൊരു ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക് മോഡലാണ് ഈ ഒരു ഇത് വരുന്നത്. കൂടാതെ ഒരു എക്സ്പൾസ്, R15 MT, കൂടാതെ ഒരു തണ്ടർബേർഡ്. അത്യാവശ്യം അറ്റത്തോട്ട് നല്ല കളക്ഷൻസ് തന്നെയുണ്ട്. സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് തവണ ബൈക്ക് മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ യുവാക്കളിലെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡ്യൂക്കിന്റെ 250 ആണ്. പുതിയ 2 മോഡൽ FCX അവൈലബിൾ ആണ്. ശരിക്കും ഇത്തവണ കൂടുതലുണ്ട് നമ്മുടെ ബൈക്ക് FC 220 എല്ലാം ഉണ്ടെങ്കിൽ ഇത്തവണ ഒരുപാട് സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ് കൂടുതലായിട്ടും ഈ വീഡിയോയിൽ വരുന്നത്. പിന്നെ FCയുടെ കളക്ഷൻസ്, ഇത് എൻ്റെ പേഴ്സണൽ ബൈക്ക്, എൻ്റെ വണ്ടിയുടെ സെയിം കളർ പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ ഇത് ഇവിടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഡെലിവറി ജോബ്സ് ചെയ്യുന്നവർക്ക് വേണ്ടി പറ്റിയ വണ്ടികളുണ്ടാകും. അപ്പോൾ CT100 CT110 പ്ലാറ്റിനയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏകദേശം 70 കിലോമീറ്റേഴ്സിനടുത്ത് മൈലേജ് കിട്ടുന്ന ഈ മോഡൽസ് എല്ലാം ഏറ്റവും കുറഞ്ഞത് 5000 രൂപ മുതൽ 10000 രൂപ വരെയാണ് ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം നല്ല സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി, ഷോറൂം കണ്ടീഷൻ വണ്ടി, വൻ വിലക്കുറവിലാണ് ബൈക്ക് മോഡൽ സെല് ചെയ്യുന്നത്. കൂടാതെ NSൻ്റെ വൻ കളക്ഷൻസ് തന്നെ ഉണ്ട് ഇപ്രാവശ്യം. പല പല കളർ ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്. ഒരുപാട് പേര് ചോദിച്ചാണ് യൂണിക്കോണിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ബൈക്ക് മോഡൽ തന്നെയാണ്. അപ്പോൾ ഇത്തവണ വൻ കളക്ഷൻസ് ആണ് ഇന്ന് ബൈക്ക് മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്യാൻ. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. പിന്നെ അതുകൂടാതെ ഇത് ഇത്തവണ ഒരു ഓലയുടെ വണ്ടിയും അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത്തവണ ഞാനില്ല, നമ്മുടെ നാസറിക ആയിരിക്കും വീഡിയോസിൽ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എറണാകുളം കലൂർ സ്റ്റേഡിയം മെട്രോ പില്ലർ നമ്പർ കണ്ടില്ലേ, ജസ്റ്റ് കാണിച്ചു തരാം. 550ക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബൈക്ക് മാർട്ട് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള വണ്ടികളും ഇവിടെ ആയിട്ടാണ് ഷോറൂം വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ചും കൂടി സ്കൂട്ടേഴ്സും ലോ ബഡ്ജറ്റും അത്യാവശ്യം എല്ലാം മിക്സ് ആണ് ഇവിടെ വണ്ടികൾ വരുന്നത്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ, എറണാകുളം കല്ലൂർ സ്റ്റേഡിയം മെട്രോ പില്ലർ നമ്പർ 550ക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ബൈക്ക് മാർട്ടിൻ്റെ സ്വന്തമായിട്ട് ഫിനാൻസ് സെക്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ സിവിൽ സ്കോർ കുറവുള്ളവരാണെങ്കിലും എത്ര ദൂരത്തു നിന്ന് വന്നവരാണെങ്കിലും നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ഇവിടെ നിന്ന് വണ്ടി ഫിനാൻസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെ, നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് പോവാം. നമുക്ക് ഫറാസ് വന്നിരിക്കുന്നത് നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബൈക്ക് ഷോപ്പല്ലാണ്, എറണാകുളത്താണ്. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന് അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ 550ൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പാണിത്. അപ്പോൾ നമുക്കിവിടെ കുറേ അധികം സ്കൂട്ടറുകൾ, അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ലോണിലൂടെ കിട്ടുന്ന സ്കൂട്ടറുകൾ, അല്ലാതെയും പിന്നെ ബൈക്കുകൾ വെച്ചാൽ മൈലേജ് ബൈക്കുകൾ, അതേപോലെ തന്നെ എക്സ്പൾസ്, പ്രീമിയം വണ്ടികൾ, എല്ലാത്തരം വണ്ടികളും നമ്മുടെ കയ്യിൽ എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഞാൻ സ്ഥലം പറഞ്ഞു തന്നു, ഒന്നുകൂടി പറയാം. എറണാകുളത്താണ്, കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ 2 പേരുടെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് തരാൻ പറ്റും, വണ്ടികൾ നമുക്ക് തരാൻ പറ്റും. നിങ്ങൾ ഈ നമ്പറിൽ വരുമോ വിളിക്കുമോ. പിന്നെ അതുകൂടാതെ നമ്മുടെ കുറേ അധികം കസ്റ്റമേഴ്സ് നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോകളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും പിന്നെ ഷോപ്പിലൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ ഇനിയും വീഡിയോ കാണുന്നവർ വരിക. നമുക്ക് ഇടുന്ന വണ്ടികൾ നമുക്ക് മിതമായ റേറ്റിന് ഏറ്റവും റേറ്റ് കുറച്ച് എറണാകുളത്ത് എവിടെ കിട്ടുന്നതിനൊക്കെ, കേരളത്തിൽ എവിടെ കിട്ടുന്നതിനൊക്കെ നമുക്ക് റേറ്റ് കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് വണ്ടികൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ലോൺ അവൈലബിൾ ആണ്. ലോണിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ഒന്നും കൂടി പറയാം. ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡ്, ഫോട്ടോയ്, വീട്ടിലെ കറണ്ട് ബില്ലിന്റെ ഒരു കോപ്പി, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെയും ലോൺ കിട്ടുന്നതാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ ലാൻഡ് ടാക്സിന്റെ കോപ്പിയും ചെക്ക് ലീഫും കൂടി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാത്തരം വണ്ടികളും അവൈലബിൾ ആണ് വിത്ത് ലോണ്. 2015 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് ലോണും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കയ്യിലൊരു XL100 എന്ന് പറഞ്ഞ വണ്ടിയാണ്. XL100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടുള്ള 2020 മോഡൽ XL100 ആണ്. നല്ല വണ്ടി തന്നെയാണ്, സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 2020 വണ്ടിയാണ്, 33,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം. വണ്ടിയുടെ വില വെറും 28,000 രൂപയ്ക്ക് 2020 മോഡൽ വണ്ടി 28,000 രൂപയ്ക്ക് കൊടുക്കാം.
ഏകദേശം ഒരു 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ലോണായിട്ട് എടുക്കാൻ പറ്റും. വണ്ടി നല്ല വണ്ടി തന്നെയാണ്, നീറ്റ് വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതുകൂടാതെ നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പറഞ്ഞുകൊണ്ട് 2000 ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. 2023 വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാം വെറും 85,000 രൂപയ്ക്ക്. ഒലയുടെ S1 Pro എന്ന് പറഞ്ഞ മോഡൽ 85,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ വണ്ടിക്കും ലോൺ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ലോൺ ആവശ്യക്കാർക്ക് ലോണും കൊടുക്കാൻ പറ്റും. S1 Pro 2023 മോഡൽ S1 Pro എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടി നല്ല വണ്ടി തന്നെയാണ്. ഏകദേശം ഒരു 120ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വണ്ടിയും നമുക്ക് ഏകദേശം 85,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ അധികം സ്കൂട്ടറുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ ഇന്ന് വന്ന വണ്ടിയാണ് ഏവിയേറ്റർ. 2014 മോഡൽ ഏവിയേറ്റർ ആണ്. വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2014 മോഡൽ ഏവിയേറ്റർ 25,000 രൂപ. അതേപോലെ തന്നെ 2021 മോഡൽ റേ ZR, യമഹയുടെ റേ ZR എന്ന് പറഞ്ഞ മോഡലാണ്. 2021 മോഡൽ വണ്ടി നമുക്ക് വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ അതിനകത്ത് ഏകദേശം ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഫാസിനോടെ ഹൈബ്രിഡ് ഉണ്ട്. 2023 മോഡലാണ്. 2023 ഫാസിനോ ഹൈബ്രിഡ് ആണ്. 9,200 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 70,000 രൂപയ്ക്ക് 2023 വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ വെറും 13,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസിനോ ഇരിക്കുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 10 രൂപ അടച്ച ലോണായിട്ട് കിട്ടും. അതേപോലെ തന്നെ വെറും 32,000 കിലോമീറ്റർ ഓടി ഫാസിനോ ഉണ്ട്. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ച ലോണായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഫാസിനോടെ വേറൊരു മോഡലാണ് ഡിജിറ്റൽ മീറ്റർ വരുന്ന ഈ മോഡൽ. നമുക്ക് വെറും 2023 മോഡലാണ്. ഹൈബ്രിഡ് ആണ്. ഏറ്റവും കൂടിയ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻടോർ നമുക്ക് പറയാൻ പോണ 2021 മോഡൽ R15 V3 2021 1,40,000 രൂപ. ഒരു 40,000 രൂപ അടച്ച് ലോണായിട്ട് എടുക്കാം. വണ്ടി നല്ല വണ്ടിയാണ്. ABS ആണ്. പക്ക വണ്ടി. അത് 2019 മോഡൽ വണ്ടി വെറും 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന R15 ആണ്. 2019 മോഡൽ വണ്ടി 1,25,000 രൂപ. ഡ്യൂക്ക് 200 2021 മോഡൽ ഡ്യൂക്ക് 200 ആണ്. നമുക്ക് 1,65,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 35,000 രൂപ അടച്ച് ബാക്കി ലോണായിട്ട് എടുക്കാം. എക്സ്പൾസിന്റെ റാലി എഡിഷൻ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട്. എക്സ്പൾസിന്റെ റാലി എഡിഷൻ എന്ന് പറഞ്ഞ വണ്ടി 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതുപുത്തൻ ടയർ കാര്യങ്ങൾ. 5,000 കിലോമീറ്റർ ആകുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാം നല്ലത് തന്നെയാണ്. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 30,000 രൂപ അടച്ച ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ CBR ഒരുപാട് എൻക്വയറി ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ചോദിക്കാറുണ്ട്. എല്ലാ വീഡിയോ ഇട്ടാലും CBR ഉണ്ടോ എന്നുള്ള എൻക്വയറി കമന്റ് വരാറുണ്ട്. അപ്പോൾ CBR വന്നിട്ടുണ്ട്. 2015 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് 65,000 രൂപയ്ക്ക് കൊടുക്കാം. 2015 മോഡൽ CBRന്റെ 150 വണ്ടി വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി തന്നെയാണ്. നീറ്റ് വണ്ടി തന്നെയാണ്. 3rd ഓണർഷിപ്പ് ആണ്. വണ്ടി കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി. അതേപോലെ തന്നെ R15 V3 R15ന്റെ V4 2022 വണ്ടിയാണ്. നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 1,30,000 R15 V4 കൊടുക്കാം. ഏകദേശം ഒരു 30,000 രൂപ ബാക്കി ലോണും കിട്ടും. അതേപോലെ തന്നെ MT 2021 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ MT നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 1,38,000 2020 മോഡൽ MT കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 30,000 രൂപ ലോണും കിട്ടും. അതേപോലെ തന്നെ ഹണ്ടർ എന്ന് പറഞ്ഞാൽ 2023 വണ്ടറാ. 8,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിട്ടില്ല വണ്ടി. 1,40,000 രൂപയ്ക്ക് വീഡിയോ കണ്ടു വരുന്നവർക്ക് 1,40,000 രൂപ. ഇവിടെ വരുമ്പോൾ വീഡിയോ കണ്ടിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയണം. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ വില ഇത്രയാ പറഞ്ഞേക്കണേന്നും പറയണം. ഇവിടെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന വില കൂടുതലാണ്. നോക്കണ്ട. വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമുള്ള ഓഫറാണിത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1,40,000 രൂപയ്ക്ക് ഏകദേശം ഒരു 28,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ തണ്ടർബേഡ് എക്സ് ആണ്. തണ്ടർബേഡ് എക്സ് 2018 മോഡൽ തണ്ടർബേഡ് എക്സ് 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. നീറ്റ് കണ്ടീഷൻ വണ്ടി. അതേപോലെ തന്നെ R15 V3 2019 മോഡൽ വണ്ടി 25,000 രൂപ അടച്ചെടുക്കാം. വണ്ടിയുടെ വില 1,25,000 രൂപ. വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം. അടുത്തൊരു വിസ്റ്റോമിന് ഞങ്ങൾ മാക്സിമം വില കുറച്ചിരിക്കുന്നതാണ്. 2022 മോഡൽ വണ്ടി 10,000 കിലോമീറ്റർ ഓടി വിസ്റ്റോം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി, ക്ലീൻ വണ്ടി. അതുപോലെ തന്നെ അപ്പാച്ചി 200 നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. അതുപോലെ തന്നെ 2020 മോഡൽ ബുള്ളറ്റ് 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. തണ്ടർബേഡിന്റെ ബുള്ളറ്റിന്റെ സിഗ്നൽസ് എന്ന് പറഞ്ഞ മോഡലാണ്.
ഈ ABS ഉള്ള വണ്ടി 2000 ABS ഉണ്ടോ എന്ന് നോക്കാം. ABS ഇല്ലാത്ത വണ്ടി 2020 മോഡൽ വണ്ടി നമുക്ക് 1,05,000 രൂപയ്ക്ക് ബുള്ളറ്റ് ക്ലാസിക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2020 മോഡൽ വണ്ടി 1,40,000 രൂപയാണ്. അതിന്റെ വില ഏകദേശം ഒരു 20 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. 2018 മോഡൽ വണ്ടി 15,000 രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാം. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി, പക്ക കണ്ടീഷൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2019 മോഡൽ ABS ഉള്ള ബുള്ളറ്റാണ്, നമുക്ക് 1,25,000 രൂപയ്ക്ക് എടുക്കാം. അതുപോലെ തന്നെ 2019 സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഉണ്ട്. 2019 സ്റ്റാൻഡേർഡ് ബുള്ളറ്റും നമുക്കൊരു 1,00,000 രൂപ താഴെ കൊടുക്കാൻ പറ്റും. വണ്ടി നല്ല വണ്ടി തന്നെയാണ്, സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ്, നല്ല വണ്ടി. 2019 മോഡലുണ്ട്. 10 രൂപ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. മോഡൽ പ്ലാറ്റിനയാണ്, ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടികളെല്ലാം നമുക്കൊരു 10 രൂപ 5 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ. 5 രൂപ 10 രൂപ അടച്ച് ഇറക്കാൻ കുറഞ്ഞ വിലയുടെ വണ്ടികളാണ്. ഈ വണ്ടി പ്ലാറ്റിനയുടെ വില 40,000 രൂപ, നമുക്കൊരു 5 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. 2019 പ്ലാറ്റിന നമുക്കൊരു 45,000 രൂപ കൊടുക്കാം. നല്ല ഉഗ്രം വണ്ടിയാണ്. അതേപോലെ തന്നെ 2021 മോഡൽ പ്ലാറ്റിന 58,000 രൂപയ്ക്ക് കൊടുക്കാം. 2011 മോഡൽ ഹോണ്ട യൂണിക്കോൺ 22,000 രൂപയ്ക്ക് ബ്ലാക്ക് വണ്ടി, ഇത്രയും നല്ല വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ 2015 മോഡൽ എഫ് സിയുടെ കളക്ഷൻസ് ആണ് ഞാൻ അടുത്ത് പറയുന്നത്. FC 2015 മോഡൽ വണ്ടി 38,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 മോഡൽ FC വെർഷൻ 2 വണ്ടി നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 മോഡൽ 55,000 രൂപ. അതേപോലെ തന്നെ 2016 മോഡൽ പിന്നെ റേസ് ഉണ്ട്. 2016 മോഡൽ റേസ് ഉണ്ട്, വെറും 32,000 രൂപ. നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു 7 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കൊടുക്കാം. 2016 മോഡൽ യമയുടെ ആൽഫ നമുക്കൊരു 35,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. നമ്മൾ ഈ റേറ്റ് പറഞ്ഞാൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉറപ്പായിട്ട് ചെയ്യാം. അതാണെങ്കിലും 2018 മോഡൽ യമയുടെ ആൽഫ ഈ വണ്ടിയുടെ വില വെറും 30,000 രൂപ. ഈ വണ്ടിയുടെ 35,000 രൂപ. അതുപോലെ 2015 റെഡ് കളർ ആക്റ്റീവ നമുക്കൊരു 32,000 രൂപ. പിന്നെ അതേപോലെ കുറേ വണ്ടികൾ കൂടി, കുറഞ്ഞ വണ്ടികൾ, കൂടിയ വണ്ടികൾ, അങ്ങനെ കുറേ വണ്ടികളും കൂടി നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാം അതുപോലെ തന്നെ 15,000 രൂപയുടെ ആക്റ്റീവയ്ക്ക് ഇരിക്കുന്നുണ്ട്, വെറും 15,000 രൂപ. ആ റെഡ് കളർ വരുന്ന വണ്ടിയാണെങ്കിൽ 15,000 രൂപ. വൈറ്റ് വണ്ടിയാണെങ്കിൽ 2016 ആണ്, 40,000 രൂപ. പിന്നെ ചില വണ്ടികൾ അതിനകത്ത് പിന്നെ വില കുറഞ്ഞ പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട്, പാഷൻ പ്ലസ്. അതൊക്കെയാണെങ്കിൽ റീടെസ്റ്റ് 2026 വരെ പേപ്പർ ഉള്ളതാണ്. നമുക്കൊന്നും കൂടി പറഞ്ഞുതരാം. 20 മോഡൽ എൻടോർക്കാണ്. 2020 മോഡൽ എൻടോർക്ക് നമുക്ക് വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. അതേപോലെ തന്നെ എൻടോർക്ക് 2023 എൻടോർക്കാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ എൻടോർക്ക് 2021 മോഡൽ വണ്ടി നമുക്ക് 2022 മോഡൽ വണ്ടി നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് കിട്ടും. അതേപോലെ തന്നെ വീണ്ടും 2022 ഇരിക്കുന്നുണ്ട്, 80,000 രൂപയാണ്. ഏകദേശം ഒരു 10 രൂപ അടച്ച് ലോണായിട്ട് എടുക്കാൻ പറ്റും. വണ്ടികൾ നല്ല വണ്ടികളാണ്. വീണ്ടും എൻടോർക്കാണ്. എൻടോർക്കിന്റെ കുറേ അധികം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 10 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇത് 2023 ആണ്. ഇത് 21 മോഡലാണ്. ഈ വണ്ടി നമുക്ക് വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. വണ്ടിയുടെ വില വെറും 80,000 രൂപ. അടുത്ത 2021 മോഡലാണ്. നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2022 മോഡൽ വണ്ടി നമുക്കൊരു 80,000 രൂപയാണ് വില. നമുക്ക് ഒരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഡിയോയുടെ നല്ല കളക്ഷൻസ് ഇരിപ്പുണ്ട്. 2021 ഡിയോ 65,000 രൂപ. 2021 ഡിയോ 65,000 രൂപ. 2022 ഡിയോ 70,000 രൂപ. ഈ വണ്ടികളും നമുക്ക് ഒരു വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിയോകളും സ്വന്തമാക്കാം. അതേപോലെ തന്നെ 2019 ഡിയോ വെറും 55,000 രൂപ വിലയുള്ളൂ. 55,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2019 മോഡൽ ഡിയോയാണ്. 55,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ വണ്ടി. അഡീഷണൽ മിറർ അഴിച്ചു വെച്ചിരിക്കുകയാണ്. പുതിയ മിററൊക്കെ വെച്ചെല്ലാം നീറ്റായിട്ട് കൊടുക്കാം. നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് കിട്ടും. അതേപോലെ തന്നെ 2016 ഡിയോയാണ്. നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. 2016 38,000 രൂപ. നമുക്കൊരു 8,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് എടുക്കാം. അതുപോലെ തന്നെ പിന്നെ ആക്സസ് ആണ്. ആക്സസ് 2019 2019 ഈ വണ്ടിക്ക് നമുക്ക് വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ച ലോൺ എടുക്കാം. ആക്സസ് 2019. ഇതൊരു ആക്സസ് 2021 ആക്സസ് 2021 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ അടച്ച ലോണായിട്ട് എടുക്കാം. അടുത്ത 2019 തന്നെ ആക്സസ് ആണ്. നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചാൽ മതി. അതേപോലെ തന്നെ അപ്രിലയുടെ 3 മോഡൽ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം അപ്രിലൊക്കെ ആകുമ്പോൾ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് മതി. 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് ചെയ്തു തരാം. നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ അപ്രിലാണെങ്കിൽ വെറും നല്ല വണ്ടിയാണ്. നമുക്കൊരു നല്ല കണ്ടീഷൻ വണ്ടിയാണ്. കുറഞ്ഞ കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി കൊടുക്കാം. അടുത്ത 2018 വണ്ടിയാണ്. 45,000 രൂപയാണ് വണ്ടിയുടെ വില. ഏകദേശം ഒരു 10 രൂപ താഴെ അടച്ചാൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ അപ്രില വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 40,000 രൂപ 5,000 രൂപ അടച്ചാൽ നമുക്ക് ആ അപ്രിലിൽ ഇറക്കാം. ഈ അപ്രിലിൽ വെറും 5,000 രൂപ അടച്ചാൽ ഇറക്കാം. വണ്ടികളുണ്ട്, ഞാൻ പറഞ്ഞു വരുന്നു. അത് അടുത്തത് ഏവിയേറ്റർ ആണ്. ഹോണ്ടയുടെ ഏവിയേറ്റർ 2011 മോഡൽ വണ്ടി 15,000 രൂപയ്ക്ക് കൊടുക്കാം.
വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫ്രണ്ടിൽ മഡ് ഗാർഡിലൊക്കെ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. 15,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അടുത്തത് യമഹയുടെ റേസ് ഡാർ എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 2016 മോഡലാണ്. നമുക്കൊരു 32,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റേസ് ഡാർ ഇറക്കാം. അടുത്തത് വരുമ്പോൾ ആക്റ്റീവയാണ്. ആക്റ്റീവ 2014 മോഡൽ വണ്ടിയാണ്. 2014 മോഡൽ വണ്ടി നമുക്ക് വെറും 27,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 2015 ശേഷമുള്ള വണ്ടികൾക്കാണ് ലോൺ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഈ വണ്ടിക്ക് ലോൺ കിട്ടുന്നതല്ല. അപ്പോൾ അടുത്തത് വരുന്നത് 2016 ആക്റ്റീവയാണ്. 2016 ഈ ആക്റ്റീവയുടെ വില 2016 മോഡൽ ആക്റ്റീവ വെറും 38,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്, പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ ഫാസിനോ 2017 ഫാസിനോയാണ്. 40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ മാസ്ട്രോ 2019 വണ്ടിയാണ്. നമുക്ക് വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്ട്രോ എടുക്കാം. അതേപോലെ തന്നെ ജൂപ്പിറ്റർ 2022 ജൂപ്പിറ്റർ ആണ്. 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം കിലോമീറ്റർ 18,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. നമുക്ക് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 ജൂപ്പിറ്റർ ആണ്. നമുക്ക് ഒരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ 10 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത് 2015 ജൂപ്പിറ്റർ ആണ്. നമുക്കൊരു 30,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി തന്നെയാണ്. അത് പിന്നെ നെക്സ്റ്റ് എൻടോർക്ക് കുറഞ്ഞ വണ്ടിയാണ്. 2020 എൻടോർക്കാണ്. 2020 എൻടോർക്ക് നമുക്ക് വെറും 58,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 58,000 രൂപയ്ക്ക് 2020 എൻടോർക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻടോർക്ക് 2018 വണ്ടി 50,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചു കഴിഞ്ഞാലും നമുക്ക് എൻടോർക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻടോർക്ക് 2022 എൻടോർക്കാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചാൽ മതി. അതേപോലെ തന്നെ ഹീറോയുടെ പ്ലഷർ എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടി, നല്ല വണ്ടി തന്നെയാണ്. ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ കിടിലൻ വണ്ടിയാണ്. ഏകദേശം കുറഞ്ഞ കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയാണെങ്കിലും 16 ആണോ എന്ന് നോക്കാം, കൺഫേം ചെയ്യാം. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 48,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. പിന്നെ ഇനി ബൈക്കുകളാണുള്ളത്, കൂടുതലും ബൈക്കുകളാണുള്ളത്. ബൈക്കുകൾ ഹോണ്ടയുടെ ഹീറോയുടെ ഗ്ലാമർ എന്ന് പറഞ്ഞ മോഡലാണ്. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ 2018 വണ്ടിയാണ്. വെറും നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. കാർബേറ്റർ ഉള്ള വണ്ടിയാണ്. 40,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ 5 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും ഗ്ലാമർ. അതേപോലെ തന്നെ ഹീറോയുടെ ഐസ്മാർട്ട് എന്ന് പറഞ്ഞ വണ്ടിയാണ്. നമുക്കൊരു 27,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ 2019 മോഡൽ വിക്ടറാണ്. TVSന്റെ വിക്ടർ 2019 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വില വെറും 32,000 രൂപയ്ക്ക് 2019 മോഡൽ TVS വിക്ടർ കൊടുക്കാം. പുതിയ മോഡൽ വിക്ടർ. അതേപോലെ തന്നെ ഗ്ലാമർ, ഈ ഗ്ലാമർ 2016 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 32,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 10 രൂപ താഴെ 5 രൂപ 6 രൂപ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അടുത്തത് 220 ആണ്. 2013 മോഡൽ 2011 മോഡലാണ് അല്ലേ. 2011 മോഡൽ 220 ആണ്. നമുക്കൊരു 25,000 രൂപ. 2013 മോഡലാണ്. 25,000 രൂപയാണ് വണ്ടിയുടെ വിലയുള്ളൂ. നല്ല വണ്ടി തന്നെയാണ്. അത്യാവശ്യം ബോഡി കാര്യങ്ങളെല്ലാം നല്ലതാണ്. 25,000 രൂപ. പിന്നെ യമഹയുടെ FC ആണ്. 2020 യമഹയുടെ FZ S എന്ന് പറഞ്ഞ മോഡലാണ്. 2022 വണ്ടിയാണ്. 2022 വണ്ടിയാണ്. വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചാൽ മതി, നമുക്ക് ലോണായിട്ട് കിട്ടും. അതുപോലെ തന്നെ TVSന്റെ RTR 160 ആണ്. നല്ല വണ്ടി തന്നെയാണ്. 2019 മോഡലാണ്. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി. 60 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ ഗ്ലാമർ, ഹീറോയുടെ ഗ്ലാമർ നല്ല വണ്ടി നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 48,000 രൂപയ്ക്ക് ഹീറോയുടെ ഗ്ലാമർ. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അടുത്തത് യമഹയുടെ റേസ് ഡാർ എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല വണ്ടി തന്നെയാണ്. റേസ് ഡാർ 2021 മോഡലാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ ഹീറോയുടെ എക്സ്പൾസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ എക്സ്പൾസ് എന്ന് പറഞ്ഞ ഈ മോഡൽ വണ്ടി നമുക്ക് 2023 വണ്ടിയാണ്. എക്സ്പൾസ് വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി, നീറ്റ് വണ്ടി. ഈ വണ്ടി നമുക്ക് വെറും 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. 1,25,000 രൂപയ്ക്ക് നമുക്ക് എക്സ്പൾസ് കൊടുക്കാം. അതുപോലെ തന്നെ ഡ്യൂക്കിന്റെ 250 ആണ്. ഡ്യൂക്ക് 250 2021 മോഡൽ വണ്ടിയാണ്. നമുക്ക് 1,65,000 രൂപയ്ക്ക് ഡ്യൂക്ക് 250 കൊടുക്കാം. അതിന് വേണമെങ്കിൽ ഒരു 30 രൂപ അടച്ച ലോണും കിട്ടും. എക്സ്പൾസും ഏകദേശം ഒരു 25 രൂപ അടച്ച ലോൺ കിട്ടും. അതേപോലെ തന്നെ സുസുക്കിയുടെ ജിക്സർ ആണ്. 2019 മോഡൽ ന്യൂ മോഡൽ വണ്ടിയാണ്. SF എന്ന് പറഞ്ഞ മോഡലാണ്. ജിക്സറിന്റെ SF 2019 മോഡൽ വണ്ടി. നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടി ആണെങ്കിൽ നോക്കൂ, വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 ന്യൂ മോഡൽ ജിക്സർ 65,000 രൂപ. അതേപോലെ തന്നെ FZ ആണ്. FZ 2022 വണ്ടിയാണ്. നമുക്ക് 85,000 രൂപയ്ക്ക് കൊടുക്കാം. 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ്. 2022 ആണ്. നമുക്കൊരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് കിട്ടും. 85 രൂപയാണ് ചോദിക്കുന്ന വില.
അതേപോലെ തന്നെ യൂണിക്കോൺ ഉണ്ട്, പുത്തൻ യൂണിക്കോൺ, പുതുപുത്തൻ യൂണിക്കോൺ നമുക്ക് 1,80,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. ഏകദേശം ഒരു 3,500 4,000 അടുത്താണ് ലോൺ എമൗണ്ട് വരുള്ളൂ. അതുപോലെ തന്നെ 2010 യൂണിക്കോൺ നമുക്ക് ഒരു 22,000 രൂപയ്ക്ക് കൊടുക്കാം, നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ 2021 ഹോണ്ട ഷൈൻ 65,000 രൂപ, 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും. അതേപോലെ തന്നെ 2011 മോഡൽ യൂണിക്കോൺ 25,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2014 മോഡൽ യൂണിക്കോൺ ആണ് നമുക്ക് ഏകദേശം ഒരു 34,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ CBZ എക്സ്ട്രീം പുതിയ മോഡൽ 2014 മോഡൽ CBZ എക്സ്ട്രീം ആണ്, നല്ല വണ്ടിയാണ്. 2029 വരെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുള്ള വണ്ടി, വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാം, നല്ല നീറ്റ് വണ്ടി. ലഞ്ച് ടൈം ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട്. നമുക്കിവിടെ ഏകദേശം 3 മെക്കാനിക്കോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി വന്ന് നോക്കൂ. വണ്ടി നോക്കി കഴിയുമ്പോൾ വണ്ടിയുടെ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് നന്നാക്കി തരാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. വർക്ക്ഷോപ്പ് സൗകര്യമുണ്ട്. അത് ഏകദേശം 3 മെക്കാനിക്കുകൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അവർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതിന് ഓയിൽ ചേഞ്ച്, ബ്രേക്ക്, അതുപോലെ ജനറൽ സർവീസ് നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആണ്. പിന്നെ മറ്റുള്ള എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വണ്ടി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി കൊണ്ടുപോവുക. വണ്ടി കൊണ്ടുപോയതിന് ശേഷം വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ബാധ്യതയില്ല. കാരണം ഇതിൽ ഇഞ്ചിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് നമുക്ക് വാറണ്ടി, 1 മാസം വാറണ്ടി ഉള്ളത്. ഇഞ്ചിന്റെ സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക്, ആ 3 സാധനങ്ങൾക്കാണ് നമുക്ക് വാറണ്ടി ഉള്ളത്. മറ്റുള്ള കാര്യങ്ങൾ, അതിൽ ബ്രേക്ക്, അതേപോലെ തന്നെ മറ്റുള്ള തേയ്മാനം സംഭവിക്കുന്ന സാധനങ്ങൾക്കൊന്നും വാറണ്ടി ഇല്ല. അതുകൊണ്ട് വണ്ടിയെല്ലാം പൂർണ്ണമായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് എല്ലാം ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വണ്ടി കൊണ്ടുപോവുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനിയും ഉണ്ട് വണ്ടികൾ, NSകൾ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ അധികം വണ്ടികൾ. NSന്റെ ബ്ലാക്ക് 2019 മോഡൽ ABS ആണ്. 2019 നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു ABS വണ്ടി 95,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 20 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് കിട്ടും. അതേപോലെ തന്നെ 2021 മോഡൽ 200 നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് 2021 മോഡൽ NS കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക് 2021 മോഡൽ NS ബ്ലൂ കളർ വണ്ടി കൊടുക്കാം. ABS ആണ്, നല്ല വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2019 വണ്ടി ABS ഉള്ള നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി, വെറും 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല പക്ക കണ്ടീഷനിലുള്ള NS റെഡ് കളർ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 95,000 രൂപയ്ക്ക് കൊടുക്കാം. 20 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും. അതേപോലെ തന്നെ 2020 മോഡൽ NS 160 ഉണ്ട്. 2020 മോഡൽ NS 160 നമുക്ക് കൊടുക്കാൻ പറ്റും വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം, നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ NS 2018 NS ഇരിപ്പുണ്ട്, നമുക്ക് വെറും 78,000 രൂപയ്ക്ക് കൊടുക്കാം, നല്ല വണ്ടി. 78,000 രൂപയ്ക്ക് കൊടുക്കാം, 20 രൂപ അടച്ചാൽ മതി. അതേപോലെ ഇനിയുള്ളത് മൈലേജ് വണ്ടികളാണ്. അതേപോലെ CT 110X, അതേപോലെ തന്നെ പ്ലാറ്റിന, അതേപോലെ തന്നെ യൂണിക്കോൺ, അതേപോലെയുള്ള വണ്ടികൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്, ഇനിയും പറയാം. അതേപോലെ തന്നെ 2022 മോഡൽ വണ്ടി 62,000 രൂപ. ഇത് ഈ ഫറാസിന്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമുള്ള റേറ്റ് ആണ് നാം പറയുന്നത്. വണ്ടി വാങ്ങിക്കൊണ്ടായിട്ട് വീഡിയോ കാണുന്നതിലല്ല അർത്ഥം. വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്ക് എന്താണെങ്കിലും ഈ റേറ്റിന് കൊടുക്കാം. 2022 മോഡൽ വണ്ടി 62,000 രൂപ. 2022 മോഡൽ വണ്ടി 62,000 രൂപ. വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടികളെല്ലാം എടുക്കാം. അതേപോലെ തന്നെ 2022 എല്ലാം 62,000 രൂപ. 2021 മോഡൽ വണ്ടി ഇരിക്കുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു 55,000 രൂപയ്ക്ക് CT 110X 55,000 രൂപ. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. അതേപോലെ പ്ലാറ്റിന 2019 വണ്ടി 50,000 രൂപ. 2018 മോഡൽ പ്ലാറ്റിന 40,000 രൂപ. 2008 മോഡൽ പ്ലാറ്റിനയാണ്, ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടികളെല്ലാം നമുക്കൊരു 10 രൂപ 5 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ. 5 രൂപ 10 രൂപ അടച്ച് ഇറങ്ങാൻ കുറഞ്ഞ വിലയുടെ വണ്ടികളാണ്. ഈ വണ്ടി പ്ലാറ്റിനയുടെ വില 40,000 രൂപ, നമുക്കൊരു 5 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. 2019 പ്ലാറ്റിന നമുക്കൊരു 45,000 രൂപ കൊടുക്കാം, നല്ല ഉഗ്രം വണ്ടിയാണ്. അതേപോലെ തന്നെ 2021 മോഡൽ പ്ലാറ്റിന 58,000 രൂപയ്ക്ക് കൊടുക്കാം. 2011 മോഡൽ ഹോണ്ട യൂണിക്കോൺ 22,000 രൂപയ്ക്ക് ബ്ലാക്ക് വണ്ടി, ഇത്രയും നല്ല വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ 2015 മോഡൽ എഫ്സിയുടെ കളക്ഷൻസ് ആണ് ഞാൻ അടുത്ത് പറയുന്നത്. FC 2015 മോഡൽ വണ്ടി 38,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 മോഡൽ FC വെർഷൻ 2 വണ്ടി നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 മോഡൽ 55,000 രൂപ. അതേപോലെ തന്നെ 2016 മോഡൽ പിന്നെ റേസ് ഉണ്ട്. 2016 മോഡൽ റേസ് ഉണ്ട്, വെറും 32,000 രൂപ. നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു 7 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കൊടുക്കാം. 2016 മോഡൽ യമയുടെ ആൽഫ നമുക്കൊരു 35,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. നമ്മൾ ഈ റേറ്റ് പറഞ്ഞാൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉറപ്പായിട്ടും ചെയ്യാം. അതാണെങ്കിലും 2018 മോഡൽ യമയുടെ ആൽഫ ഈ വണ്ടിയുടെ വില വെറും 30,000 രൂപ. ഈ വണ്ടിയുടെ 35,000 രൂപ. അതുപോലെ 2015 റെഡ് കളർ ആക്റ്റീവ നമുക്കൊരു 32,000 രൂപ. പിന്നെ അതേപോലെ കുറേ വണ്ടികൾ കൂടി, കുറഞ്ഞ വണ്ടികൾ, കൂടിയ വണ്ടികൾ, അങ്ങനെ കുറേ വണ്ടികളും കൂടി നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാം അതുപോലെ തന്നെ 15,000 രൂപയുടെ ആക്റ്റീവയ്ക്ക് ഇരിക്കുന്നുണ്ട്, വെറും 15,000 രൂപ. ആ റെഡ് കളർ വരുന്ന വണ്ടിയാണെങ്കിൽ 15,000 രൂപ. വൈറ്റ് വണ്ടിയാണെങ്കിൽ 2016 ആണ്, 40,000 രൂപ. പിന്നെ ചില വണ്ടികൾ അതിനകത്ത് പിന്നെ വില കുറഞ്ഞ പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട്, പാഷൻ പ്ലസ്. അതൊക്കെയാണെങ്കിൽ റീടെസ്റ്റ് 2026 വരെ പേപ്പർ ഉള്ളതാണ്. നമുക്കൊന്നും കൂടി പറഞ്ഞുതരാം. വാ, വീഗോയ
2013 മോഡൽ ടി വി എസിന്റെ വീഗോ നമുക്ക് വെറും 23,000 രൂപയ്ക്ക് കൊടുക്കാം. 2012 മോഡൽ പ്ലഷർ 18,000 രൂപയ്ക്ക് കൊടുക്കാം. 2001 മോഡൽ 2001 മോഡൽ വണ്ടി 2026 വരെ പേപ്പറുള്ള പാഷൻ പ്രോ, ഈ വണ്ടിയെ പാഷൻ പ്ലസ് നമുക്ക് വെറും 15,000 രൂപയ്ക്ക് കൊടുക്കാം, വെറും 15,000 രൂപ. അതേപോലെ തന്നെ മാസ്ട്രോ 2017 മോഡൽ മാസ്ട്രോ 35,000 രൂപ, നല്ല വണ്ടിയാ. അതേപോലെ തന്നെ ആക്റ്റീവ 2012 മോഡൽ ആക്റ്റീവ 15,000 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞത്, നല്ല വണ്ടിയാ. അതേപോലെ തന്നെ ഈ ആക്റ്റീവ വൈറ്റ് വണ്ടി 2016 മോഡൽ വണ്ടിയാ. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 38,000 രൂപ. പിന്നെ ബാക്കിയുള്ള വണ്ടികളെല്ലാം സെയിലായ വണ്ടികളായതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അകത്ത് കുറേ അധികം പ്രീമിയം വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ തരാം. ഓഫി നമുക്ക് പറയാൻ പോണ 2021 മോഡൽ R15 V3 2021 1,40,000 രൂപ. ഒരു 40,000 രൂപ അടച്ച് ലോൺ ആയിട്ട് എടുക്കുക. വണ്ടി നല്ല വണ്ടിയാണ്, ABS ആണ്, പക്ക വണ്ടി. അത് 2019 മോഡൽ വണ്ടി വെറും 25,000 രൂപ അടച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന R15 ആണ്. 2019 മോഡൽ വണ്ടി 1,25,000 രൂപ. ഡ്യൂക്ക് 200 2021 മോഡൽ ഡ്യൂക്ക് 200 ആണ്, നമുക്ക് 1,65,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 35,000 രൂപ അടച്ച് ബാക്കി ലോൺ ആയിട്ട് എടുക്കാം. എക്സ്പൾസിന്റെ റാലി എഡിഷൻ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട്. എക്സ്പൾസിന്റെ റാലി എഡിഷൻ എന്ന് പറഞ്ഞ വണ്ടി 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതുപുത്തൻ ടയർ കാര്യങ്ങൾ 5,000 കിലോമീറ്റർ ആകുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാം നല്ലത് തന്നെയാണ്. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 30,000 രൂപ അടച്ചാൽ ലോൺ ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ CBRന് ഒരുപാട് എൻക്വയറി ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ചോദിക്കാറുണ്ട്, എല്ലാ വീഡിയോ ഇട്ടാലും CBR ഉണ്ടോ എന്നുള്ള എൻക്വയറി കമന്റ് വരാറുണ്ട്. അപ്പോൾ CBR വന്നിട്ടുണ്ട്. 2015 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് 65,000 രൂപയ്ക്ക് കൊടുക്കാം. 2015 മോഡൽ CBRന്റെ 150 വണ്ടി വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി തന്നെയാണ്, നീറ്റ് വണ്ടി തന്നെയാണ്, തേർഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, നല്ല വണ്ടി. അതേപോലെ തന്നെ R15 V3 R15ന്റെ V4 2022 വണ്ടിയാണ്. നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 1,30,000 R15 V4 കൊടുക്കാം. ഏകദേശം ഒരു 30,000 രൂപ അടച്ചാൽ ബാക്കി ലോണും കിട്ടും. അതേപോലെ തന്നെ MT 2021 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ MT നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 1,38,000 2020 മോഡൽ MT കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 30,000 രൂപ അടച്ചാൽ ലോണും കിട്ടും. അതേപോലെ തന്നെ ഹണ്ടർ എന്ന് പറഞ്ഞാൽ 2023 വണ്ടറ 8,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിട്ടില്ല വണ്ടി 1,40,000 രൂപയ്ക്ക്. വീഡിയോ കണ്ടു വരുന്നവർക്ക് 1,40,000 രൂപ. ഇവിടെ വരുമ്പോൾ വീഡിയോ കണ്ടിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയണം. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ വില ഇത്രയാ പറഞ്ഞേക്കണേന്നും പറയണം. ഇവിടെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന വില കൂടുതലാണ്, നോക്കണ്ട. വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമുള്ള ഓഫറാണിത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1,40,000 രൂപയ്ക്ക് ഏകദേശം ഒരു 28,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ തണ്ടർബേഡ് എക്സ് ആണ്. തണ്ടർബേഡ് എക്സ് 2018 മോഡൽ തണ്ടർബേഡ് എക്സ് 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ്, നീറ്റ് കണ്ടീഷൻ വണ്ടി. അതേപോലെ തന്നെ R15 V3 2019 മോഡൽ വണ്ടി 25,000 രൂപ അടച്ച് എടുക്കാം. വണ്ടിയുടെ വില 1,25,000 രൂപ. വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രം. അടുത്തൊരു V-Stormന് ഞങ്ങൾ മാക്സിമം വില കുറച്ചിരിക്കുന്നതാണ്. 2022 മോഡൽ വണ്ടി 10,000 കിലോമീറ്റർ ഓടി V-Storm നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി, ക്ലീൻ വണ്ടി. അതുപോലെ തന്നെ അപ്പാച്ചി 200 നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. അതുപോലെ തന്നെ 2020 മോഡൽ ബുള്ളറ്റ് 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. തണ്ടർബേഡിന്റെ ബുള്ളറ്റിന്റെ സിഗ്നൽസ് എന്ന് പറഞ്ഞ മോഡലാണ്. 2000 ഈ ABS ഉള്ള വണ്ടി. 2000 ABS ഉണ്ടോ എന്ന് നോക്കാം. ABS ഇല്ലാത്ത വണ്ടി 2020 മോഡൽ വണ്ടി നമുക്ക് 1,05,000 രൂപയ്ക്ക് ബുള്ളറ്റ് ക്ലാസിക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2020 മോഡൽ വണ്ടി 1,40,000 രൂപയാണ്. അതിന്റെ വില ഏകദേശം ഒരു 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. 2018 മോഡൽ വണ്ടി 15,000 രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാം. നല്ല വണ്ടിയാ, നീറ്റ് വണ്ടി, പക്ക കണ്ടീഷൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2019 മോഡൽ ABS ഉള്ള ബുള്ളറ്റാണ്. നമുക്ക് 1,25,000 രൂപയ്ക്ക് എടുക്കാം. അതുപോലെ തന്നെ 2019 സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഉണ്ട്. 2019 സ്റ്റാൻഡേർഡ് ബുള്ളറ്റും നമുക്കൊരു 1,00,000 രൂപ താഴെ കൊടുക്കാൻ പറ്റും. വണ്ടി നല്ല വണ്ടി തന്നെയാണ്, സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ്, നല്ല വണ്ടി. 2019 മോഡലുണ്ട്. 10 രൂപ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ 2 പേരും നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ലോൺ കിട്ടുന്നതിന് തടസ്സങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സിവിൽ സ്കോർ ഉള്ളവർക്ക് എന്താണെങ്കിലും ലോൺ കിട്ടും. നമുക്ക് ഏതെങ്കിലും കസ്റ്റമർ വിളിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സിവിൽ സ്കോർ കുറവാണെങ്കിൽ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മറ്റാരെങ്കിലും സിവിൽ സ്കോർ ഉള്ള ആളുടെ പേരിൽ ലോൺ എടുക്കാം. അധികം ഡോക്യുമെന്റേഷൻസ് ഒന്നും ഇപ്പോൾ വേണ്ടി വരുന്നില്ല. ഫിനാൻസ് കമ്പനിയൊക്കെ വളരെ
ഇതായിട്ട് ലിബറൽ ആയിട്ടുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും വന്നാൽ മതി. നമുക്ക് മാക്സിമം അന്ന് തന്നെ പറ്റിയാൽ അന്ന് തന്നെ നമുക്ക് വണ്ടി ലോണൊക്കെ റെഡിയാക്കി അന്ന് തന്നെ വണ്ടിയായിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. ഞങ്ങൾക്ക് അധികം താമസങ്ങളില്ല. അന്ന് തന്നെ വണ്ടി റെഡിയാക്കി അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ അതിനുള്ള മെക്കാനിക്കുകളും സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വണ്ടിയായിട്ട് പോകാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ RTOയുടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. RC ബുക്ക് കിട്ടുന്നതിന്റെ പ്രോബ്ലംസ് എല്ലാം പരിഹരിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്പം തന്നെ വണ്ടിയുടെ OTP എടുത്ത് പേര് മാറാനുള്ള റെസിപ്റ്റ് അടിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും നമ്മൾ വരിക. നമ്മുടെ വീഡിയോ കണ്ടവർക്കും അതുപോലെ തന്നെ വണ്ടി വാങ്ങാൻ വന്നവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുകൂടാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഒന്ന് സഹായിക്കുക. നന്ദി, നമസ്കാരം.